നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുമ്പ് പലതവണയും ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത്. ഒരുപാട് പേർക്ക് ഈ വ്യൂസ് വരാത്ത ഒരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ അതിന് സാധാരണ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് അത് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ചാനൽ നന്നായിട്ട് പോകുന്നുണ്ടാകും, കുറേ ആദ്യമൊക്കെ വ്യൂസ് വരുമെങ്കിൽ പെട്ടെന്നൊരു ദിവസം പല വീഡിയോസിനും വ്യൂ കൗണ്ടൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും മാനസികാവസ്ഥ വരെ വളരെ താഴെ പോകും. കാരണം കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് കിട്ടിയില്ലെങ്കിൽ സാധാരണ പ്രതീക്ഷയോടെ ആയിരിക്കും വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയം ചില വീഡിയോ നന്നായിട്ട് വൈറലാകുമെങ്കിലും നന്നായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് കുറവായിട്ട് വരുമ്പോഴേക്കും ആകെപ്പാടെ മനസ്സിന് വലിയൊരു മനപ്രയാസമായിരിക്കും. അത് യൂട്യൂബിൻ്റെ അൽഗോരിതം എപ്പോൾ എങ്ങനെ നമ്മുടെ വീഡിയോസിന് വ്യൂസ് എത്തിക്കുന്നു എന്ന് ആർക്കും പ്രവചിക്കാനായിട്ട് പറ്റില്ല. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത വ്യൂസ് വളരെ കുറവോ ഇല്ലാത്തതോ ആയിട്ടുള്ള വീഡിയോസിന് കുറേ അധികം വ്യൂസൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ യൂട്യൂബ് സെർച്ചിലൊക്കെ പോയി ബ്രൗസിലൊക്കെ വന്ന് പെട്ടെന്ന് ഒരു വീഡിയോ ഒക്കെ അതിൻ്റെ പിറകെ വേറൊരു വീഡിയോ ഇട്ടാൽ റീച്ച് കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ആദ്യം ഡീമോട്ടിവേഷൻ ഒഴിവാക്കുക എന്നതാണ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾക്ക് റീച്ച് കിട്ടണം എന്ന് ഒരിക്കലും വിചാരിക്കാതെ തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ചില വീഡിയോസ് വന്നിട്ട് വ്യൂവേഴ്സ് സ്വീകരിക്കും, ചിലത് സ്വീകരിക്കില്ല. അത് സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ നല്ല കണ്ടൻറ്റ് ഇടുമെങ്കിലും ആ ഒരു പ്രതീക്ഷ ഇല്ലാതെ തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ വ്യൂസ് കുറവാണെങ്കിലും ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആകരുത്. പലരും കളിയാക്കും, ഇത്ര വ്യൂസേ വരുന്നുള്ളൂ, എന്താ കാരണം, ചാനലിൽ കണ്ടൻ്റ് ഒന്നും ശരിയില്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ ധാരാളം പേരുണ്ടാവുമെങ്കിൽ അതൊന്നും ഒരിക്കലും കൂട്ടാക്കാതെ ഇരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നല്ലതായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അതിലത്തെ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. പിന്നെ യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. ഓഡിയൻസ് റിട്ടൻഷൻ നോക്കുക. അപ്പോൾ എവിടെയാണ് വീഡിയോസ് കാണാതെ ഫാമിലി പോകുന്നത്, എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത്, അതൊക്കെ ഈ ഗ്രാഫ് അനലിറ്റിക്സിൽ ചെന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. വിജയിക്കണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യും. നിങ്ങൾ പഠിക്കണമെന്ന് ഉദ്ദേശിച്ച് വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഈ അനലിറ്റിക്സൊക്കെ നോക്കി നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് മുന്നേറാനായിട്ട് സാധിക്കും. എപ്പോഴും പോസിറ്റീവ് ചിന്തയോടെ ഇരുന്നാലേ ചാനൽ മുന്നേറുകയുള്ളൂ. ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വരുന്നവരിൽ നിന്നും ഉണ്ട് പരമാവധി അവർ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുക, പ്രതികരിക്കാതിരിക്കുക. നിങ്ങളുടെ സമയം ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ട് സമയം കളയാതെയും അതിനെപ്പറ്റി ആലോചിച്ച് മനസ്സ് വിഷമിക്കാതെയും ഇരിക്കുക. അപ്പോൾ നല്ല സെറ്റപ്പിലൊക്കെ വരുമ്പോൾ ഈ പറയുന്നവരൊക്കെ പിന്നെ അവരുടെ പൊടി പോലും കാണില്ല. അപ്പം ഇവിടെ കഷ്ടപ്പെട്ട് മുന്നേറാനായിട്ടാണ് എല്ലാവരും വരുന്നത്. എല്ലാവരും കഷ്ടപ്പെടുന്നു. ചിലവരുടെ സാഹചര്യം അനുകൂലമായിരിക്കും, ചിലർക്ക് പ്രതികൂലമായിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് പോകാനായിട്ട് പഠിക്കുക. തീവ്രമായിട്ടുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ അത് നമ്മൾക്ക് സന്തോഷത്തിലെത്തിക്കാൻ, നല്ലൊരു വിജയത്തിലോട്ട് എത്തിക്കാൻ നമ്മളുടെ മനസ്സിനെ അത് പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് എന്തായാലും വരുമെന്ന് കരുതുക. ഒരിക്കലും വ്യൂസൊക്കെ കുറയുമ്പോൾ വിഷമിക്കാതിരിക്കുക. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ആഡ് കാർഡ്സും എൻഡിൽ വരുന്ന വരെ നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോസൊക്കെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം നിർത്താനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തോടെ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ വേറെ വീഡിയോസുമായിട്ട് നമ്മൾക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം.